guys, welcome back to my YouTube channel Crazy Vibes with Surya. ഒരു 5-6 ദിവസം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ പൊതുവെ എനിക്കൊരു താല്പര്യം തോന്നിയില്ല ഈ ഒരു സമയത്ത്. എന്തായാലും അന്ന് നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പുറത്തു നല്ല മഴയായപ്പോൾ എനിക്ക് തോന്നി നല്ല ചൂടായിട്ട് നല്ല കുമ്പിളപ്പം ഇലയുടെയൊക്കെ കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞാൻ തന്നെ ആദ്യമായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കും കേട്ടോ. ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എപ്പം കൊഴുക്കട്ടയ്ക്ക് അതല്ലെങ്കിൽ ഇങ്ങനെ മാവ് കുഴച്ചാലും ഇനി തോക്ക് പോയി വാങ്ങിച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. കാരണം അത്രയും വെടികൊണ്ട് പോലെ ഇരിക്കും, ഒരു സോഫ്റ്റ്നെസ്സും കാണില്ല. പക്ഷെ ഈ പ്രാവശ്യം സംഭവം റെഡി ആയിട്ടോ. അമ്മ പതിവില്ലാതെ എന്നോട് പറയുകയും ചെയ്തു, മാവ് നല്ല സോഫ്റ്റ് ആണല്ലോ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ പരിശ്രമിച്ചാൽ പല കാര്യങ്ങളും സെറ്റാവും. അപ്പോഴേ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരി, ഏലക്ക, ചെറിയ ജീരകം, കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ ശർക്കര. ഇനി നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അരിപ്പൊടി എടുക്കാം. ഞാൻ അതിൻ്റെയൊക്കെ പേര് ജസ്റ്റ് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ശർക്കര ഞാൻ എടുത്തു വെച്ചേക്കും. ചിലർ മെൽറ്റ് ആക്കിയിട്ട് അതിൽ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഈ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് ഒന്ന് ഡ്രൈ പോലെ ആക്കി എടുത്തിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ശർക്കരയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൽ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോൾ മഴ കുറച്ച് തോന്നിട്ടുണ്ട്. ഇവിടെ മഴയുടെ കലാവിരുതുകളാണിതല്ല കേട്ടോ. ഇങ്ങനത്തെ ചെടി പെട്ടെന്ന് വാടിപ്പോലെ, മീൻസ് എന്താന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കുറേ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് അഴുകിപ്പോവും. നമ്മൾ കുറേയൊക്കെ മാറ്റി വേറെടുത്ത് നട്ടിട്ടുണ്ട്. എന്തായാലും സെറ്റാവുമെന്ന് തോന്നുന്നു. ഈ അരിപ്പൊടിക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മൾ വിചാരിക്കും ഈ പൊടി കുറേ അങ്ങ് ഇട്ടേക്കാം, ഇത്രയും പേരില്ലേ വീട്ടിൽ, എല്ലാവർക്കും കഴിക്കാൻ വേണമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവനൊരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ, ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അത് നന്നായിട്ടൊന്ന് മാവ് റെഡിയാക്കി എടുക്കും. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരിച്ചിരി കൂടും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പൊടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നല്ലൊരു തവിയൊക്കെ വെച്ച് വേണം ഇത് മിക്സ് ആക്കാൻ. അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഞാനിവിടെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ മാവ് റെഡിയാക്കുന്ന സമയത്ത് കൈയൊന്നും ഇട്ടിട്ട് മിക്സ് ചെയ്യല്ലോ കേട്ടോ. നല്ലൊരു സ്പൂണും എല്ലാം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എൻ്റെ അടുത്ത് ഇത് അമ്മയാണ് പറഞ്ഞു തന്നത്. ഞാൻ തനിയെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ കുറച്ച് പച്ചവെള്ളം കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു. അത് പക്ക ഫ്ലോപ്പാണ് കേട്ടോ, അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ള മാവൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ മറ്റേ പ്ലേറ്റിൽ നിന്ന് നല്ലൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് തൊട്ട് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഈ കൊഴുക്കട്ട ഇത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ ഇത് എത്രയും ടഫുള്ള പരിപാടിയാണെന്ന്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലേ ഏലക്കായും ചെറിയ ജീരകവും ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എനിക്ക് അധികം പൊടിച്ചെടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ ഞാൻ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൊഴുക്കട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ വീഡിയോയുടെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് കാണാം. ഞാനിവിടെ തേങ്ങാപ്പീര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം, ഏലക്ക, നമ്മുടെ ചീകി ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്ന ശർക്കര, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരുപാട് കൈയിട്ട് വെള്ളമൊന്നും ചേർത്ത് തിരുമേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ മെൽറ്റായി കഴിയുമ്പോൾ ചെറിയൊരു നനവ് കാണും. പിന്നെ ഓൾറെഡി തേങ്ങാപ്പീരയിൽ നല്ലൊരു മയം ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് കൈ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാടിട്ട് ഇങ്ങനെ കൈ വെച്ച് നമ്മൾ പുട്ടിനൊക്കെ തിരുമുന്ന പോലെ തിരുമല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനിയാണ് മക്കളെ പരിപാടി. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇത് ചെറിയ ഒരു പീസാക്കി മാവ് നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ഫില്ലിങ് വെക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊന്ന് ജസ്റ്റ് ഒരു നേർത്ത ഒരു ചെറിയ ചപ്പാത്തിക്കൊക്കെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ചപ്പാത്തി പലകയിൽ ഇടില്ലേ, മാവിങ്ങനെ കുഴച്ചിട്ട് ആ രീതിയിൽ തന്നെ ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഫില്ലിങ് വെക്കും. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത്
നന്നായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒന്ന് എന്താ പറയുക ഇളകി പോവാത്ത രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കും. ഇത് ഉരുളകളാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ചിലപ്പം 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കയ്യിൽ ചെറിയൊരു ഒട്ടൽ കാണും. അപ്പോൾ കയ്യിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ സ്വല്പം വെള്ളം ചേർത്താൽ മതി. കയ്യിൽ വെള്ളം നനവുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, ഇത് എത്രയും വലിയ ഷേപ്പിൽ വേണം, ചെറിയ ഷേപ്പിൽ വേണം എന്നൊക്കെ. നമ്മുടെ ഉരുള ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതങ്ങ് പൊട്ടിപ്പോവും. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഇതിനകത്ത് നന്നായിട്ട് എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ആവി കയറുന്ന സമയത്ത് തന്നെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ കൊഴുക്കട്ടയുടെ ബോൾസ് പതിയെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് എയറൊക്കെ കളഞ്ഞ് വേണം അത് നന്നായിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തവി വെച്ചിടയ്ക്ക് കുത്തി നോക്കിയായിരുന്നു വെന്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ നമ്മുടെ കൊഴുക്കട്ടയുടെ നല്ല മണമൊക്കെ ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും ഫ്ലോപ്പ് ആകുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ അതുപോലെ തന്നെ വന്ന് റിയലായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നല്ലതാണെങ്കിൽ ഓക്കെയാണ്, നിങ്ങളിത് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോന്ന് ഞാൻ പറയും. അപ്പോൾ ബിഗിനേഴ്സായിട്ട് എന്നെപ്പോലെ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഇതിലും കുറേ ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചേക്കണേ. നമുക്ക് ഒരുപാട് പേർക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിയുമ്പം അത് പ്രയോജനപ്പെടും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി വരുന്നൊരു ദിവസം കാണാം. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.